ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചപ്പോൾ ഇവനെയാണ് കേട്ടോ കണ്ടത്. സോ അത് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ പോയി ചായ കുടിക്കാൻ പോയി. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അവിടുത്തെ. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൺ മന്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. സോ അത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ നല്ല ഞാൻ പോവുക കേട്ടോ, ഇനി ഇവിടുന്ന് കാണത്തില്ല, നല്ല ചായ ആയിരുന്നു. ആക്ച്വലി നല്ല ചായ ആയിരുന്നു കേട്ടോ, അടിപൊളി ചായയാണ്. ഇവിടുത്തെ ചായയും കടിയും ഇല്ല എന്ന് പറഞ്ഞാൽ സുഖിനൊക്കെ സൂപ്പറാണ്. സോ നേരെ വന്നു, ഞാൻ റൂമിൽ കയറി. റൂമിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പാക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, കാരണം നമ്മളൊന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ. സോ മിസ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതെല്ലാം ഞാൻ പാക്ക് ചെയ്തു, സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ തന്നെ വേഗം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഡിസ്കഷൻ കണ്ടോ, ഇത് നമുക്ക് ആഷിന് കൊണ്ടുവന്ന് തരണം കേട്ടോ. കാരണം ഇതാണ് എൻ്റെ റൂംമേറ്റ് ആഷിന് ആ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, ലൈക്ക് എന്നും എടുത്ത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ നിർബന്ധിച്ചിട്ടാണ്. ആഷിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഭാവിയിൽ നമുക്കത് ആവശ്യം വരുമായിരിക്കും. സോ ആഷിനോട് ഞാൻ പറഞ്ഞു, ആഷിനെ പോവാട്ടോ, ബൈ ബൈ. പിന്നെ അതായത് നമ്മുടെ എല്ലാമായിരുന്നു. കുറേ കഥകളുണ്ട് ഇതിനെല്ലാം പിറകു. പിന്നെ അതെൻ്റെ വർക്ക് ബുക്കാണ്. ഞാൻ എൻ്റെ വർക്കെല്ലാം നോട്ട് ചെയ്ത് വെച്ചിരുന്നത് ഈ ബുക്കിലായിരുന്നു. സോ അത് മിസ് ചെയ്യും, കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. അത് വെറുതെ സ്ഥലമുള്ളതുണ്ടല്ലോ വിചാരിച്ചു. പിന്നെ ഇതാണ് എൻ്റെ റൂം. ഞങ്ങൾ ചെറിയ റൂമായിരുന്നു. സോ 2 പേര് മാത്രമേ ഉള്ളായിരുന്നു. ആക്ച്വലി 3 പേരൊക്കെ കിടക്കും, പക്ഷേ ഞാനും ആശിന് മാത്രമേ ഉള്ളായിരുന്നു റൂമിൽ. സോ അത് കഴിഞ്ഞിട്ട് ആശി വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം. ഈ റൂമേറ്റ് വേണമെങ്കിൽ ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഞാൻ പുതിയ റീലുകൾ എന്നും ഇതിടാൻ പോവാ യൂട്യൂബിൽ. അപ്പോൾ ആളെന്ന് ഫുഡ് വാങ്ങി തരും. വരുന്ന ആളുകൾക്ക് ഈ വീട്ടിൽ കിട്ടുമോ എനിക്ക് അറിയില്ല, ഈ ഒരു ബാറ്റ കിട്ടുമോ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നും ഫുഡ് കിട്ടിയിട്ടുണ്ട്. ആശിന ആക്ച്വലി എന്നും ഫുഡ് വാങ്ങി തരും കേട്ടോ. എനിക്കെന്നും പുറത്തുനിന്ന് ഫുഡ് വാങ്ങി തരില്ല ആശിനാണ്. സ്വിഗ്ഗിയോ സൊമാറ്റോ അല്ലെങ്കിൽ ചുമ്മാ പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറിട്ട് ചുമ്മാ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ച് തരാറുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഇടയിൽ ആശിനെ കിട്ടുന്നൊരു ഭാഗ്യവാനാണ്. സോ അത് കഴിഞ്ഞ് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത്, അതും ആശിനായിരുന്നു. ആശിനാണ് ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ നമുക്ക് പ്ലാറ്റ്ഫോം 6 എന്നായിരുന്നു തോന്നുന്നു പോകേണ്ടിയിരുന്നത്. സോ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കയറാം, പക്ഷേ വാശി പറഞ്ഞാൽ വേണ്ട, നമുക്ക് ലിഫ്റ്റ് പോകാം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു, കാരണം ഷോക്കും ഫുഡായിരുന്നു. സോ അതിനുശേഷം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. സോ ഞാൻ പറഞ്ഞ ശാശിനോട് കുറച്ച് സീൻ ഷോട്ടൊക്കെ എടുത്ത് തരാം, നീ ജസ്റ്റ് നടന്നാൽ മതി, ഞാൻ പൊളിച്ച് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓക്കെ, ആശി പറഞ്ഞു ഓക്കെ എന്നാൽ നീ സെറ്റാക്കി, ഞാൻ ആ ഒരു ആക്ഷൻ ഇട്ട് നടക്കാന്നൊക്കെ പറഞ്ഞ് ആ നടത്താണ് ആശിൻ്റേത്. സോ അങ്ങനെ നമ്മൾ പോവുകയാണ്. ബാക്കി പിന്നെ ബായ്.